നമുക്ക് മീനില്ലാതെ സൂപ്പർ ഒരു മീൻ കറി വെച്ചാലോ? അത് സൂപ്പർ ടേസ്റ്റിൽ. അതിനായി ഞാൻ ഒരു പിടി കോവയ്ക്ക കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാളയും എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. നല്ല വലിപ്പമുള്ള ഒരു പുളിയുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും. ഇതെല്ലാം കൂടി നമുക്കൊരു മൺചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് തിരുമ്മി നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴേക്കും അതിലേക്ക് വേണ്ട തേങ്ങ അരപ്പിനാവശ്യമായതെടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിലാക്കണേ. കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കണേ. അത് പേസ്റ്റ് രൂപത്തിലാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആ വീഡിയോ സ്കിപ്പായിപ്പോയി കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക നമുക്ക് വേവിക്കാവേ. ഒന്ന് ചെറുതായി അടച്ചു വെച്ചിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും അതിൽ നിന്ന് വെള്ളം ഇറങ്ങിയ കണ്ടോ. നമ്മൾ വെള്ളം അപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലേ. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ആ കോവയ്ക്കായും സവാളയെല്ലാം നന്നായി വെന്ത് കിട്ടുവേ. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാവേ. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണേ. നമ്മുടെ ഗ്രേവിക്ക് വേണ്ടതായിട്ടുള്ള വെള്ളം നമ്മുടെ ആവശ്യം പോലെ ചേർത്ത് കൊടുക്കാവേ. അതിലേക്ക് ഞാനൊരു 2-3 പീസ് കൊടംപുളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇട്ട് കൊടുത്തതാണ്. അപ്പോഴാണ് നമ്മുടെ സൂപ്പറായിട്ടുള്ള ഒരു മീൻ കറിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. വേഗമാണ് കേട്ടോ ഇത് തയ്യാറാക്കാൻ. മീൻ കറി വയ്ക്കുന്നതിലും ടേസ്റ്റുമാണ്, ഈസിയുമാണ് കേട്ടോ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കൂടി നോക്കണേ. എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടോ? മീനില്ലാത്തപ്പോൾ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ. ഇതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.